التمسك بالأثر نجاة. നാലാമത്തെ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നതാണ്. അദ്ദേഹം പറയുന്നു, ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറഞ്ഞു, വഹുവ സ്വാദിഖുൽ മസ്ദൂഖ്, റസൂൽ സ്വാദിഖും മസ്ദൂഖുമാണ്. സ്വാദിഖ് സത്യസന്ധനാണ്, മസ്ദൂഖ് സത്യപ്പെടുത്തപ്പെട്ടവനാണ്, അഥവാ സത്യം കൊണ്ട് സത്യം മാത്രമേ പറയൂ എന്ന് സത്യപ്പെടുത്തപ്പെട്ടവനാണ്. എന്നിട്ട് ശേഷം പറയുന്നു, ഇന്ന അഹദകും, തീർച്ചയായും നിങ്ങളിൽ ഒരുവൻ, യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി, യുജ്മഉ ഖൽഖുഹു, അവന്റെ സൃഷ്ടിപ്പ്, യുജ്മഉ കൂട്ടിച്ചേർക്കപ്പെടുന്നു, ഫീ ബത്നി ഉമ്മിഹി, തന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ, 40 യൗമൻ, 40 ദിവസത്തോളം, നുത്ഫതൻ, നുത്ഫത്തായ നിലയിൽ. നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ ബീജം. ഇവിടെ യുജ്മഉ ചേരപ്പെടുന്നു, കൂട്ടിച്ചേർക്കപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖൽഖുഹു, അവന്റെ സൃഷ്ടിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും തെറിച്ചു കൂടിച്ചേരുന്ന, സമന്വയിക്കുന്ന ആ ബീജത്തെയാണ് അവിടെ, ഇന്ദ്രിയ തുള്ളികളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ നിങ്ങളിൽ ഒരുവൻ അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അവന്റെ സൃഷ്ടിപ്പ് ഒരുമിച്ച് ചേരുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഉമ്മയിൽ നിന്നും അതുപോലെ തന്നെ ഉപ്പയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ബീജഗണങ്ങളാൽ ചേരപ്പെട്ട ആ അവസ്ഥയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് നുത്ഫത്തൻ എന്ന് പറഞ്ഞത്. നുത്ഫ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു, മാ ഉർ റജുലി വമാ ഉൽ മർഅ, അത് രണ്ടും തമ്മിൽ ചേരുന്ന സമയമാണ്. ചേരുന്ന ഒന്നിനെയാണ് നുത്ഫ. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ബീജം എന്ന് പറയും. നുത്ഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പുരുഷനിൽ നിന്നും തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയും സ്ത്രീയിൽ നിന്നും പുറപ്പെട്ടു വരുന്നതും തമ്മിൽ സമന്വയിച്ചുണ്ടാകുന്ന അവസ്ഥയെയാണ് നുത്ഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ഇത് ഫീ ബത്നി ഉമ്മിഹി, അവന്റെ ഉമ്മയുടെ, ബത്നി എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഗർഭപാത്രം, അഥവാ ഫീ റഹിമി ഉമ്മിഹി, അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇത് രണ്ടും സംയോജിച്ച് ഒരുമിച്ച് രൂപാന്തരപ്പെട്ട് കിടക്കുന്നു, നുത്ഫയായി കിടക്കുന്നു. എന്നിട്ട് ശേഷം പറയുന്ന 40 യൗമൻ, ഈ ഒരു അവസ്ഥ 40 ദിവസത്തോളം തുടരും. ഇനിയോ, സുമ്മ യകൂനു അലഖതൻ, ഈ 40 ദിവസം ഇത് തുടർന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്തായിത്തീരും? സുമ്മ യകൂനു അലഖതൻ, അലഖത്തായി തീരും. അലഖത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഭ്രൂണം എന്ന് പറയുന്ന അവസ്ഥ. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, അൽ അലഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദമുല്ലദീ ലം യതജമ്മദ്, അഥവാ രക്തക്കട്ട, രക്തം, എന്നാൽ അത് ഉറച്ചു പോയിട്ടില്ല, ഉറക്കാത്ത രൂപത്തിലുള്ള രക്തക്കട്ട, അഥവാ ഒഴുകുന്നത് പോലെ സോഫ്റ്റായ നിലക്കുള്ള ഒരുതരം രക്തക്കട്ടയായിട്ടായിരിക്കും അവന്റെ രണ്ടാമത്തെ അവസ്ഥയുണ്ടായിരിക്കുക. അതാണ് അലഖത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക, ഈ ഒരുമിച്ച് ചേരപ്പെട്ട ബീജം അത് പിന്നീട് എന്തായി മാറും? അലഖത്തായി മാറും. അലഖത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രക്തമായി മാറും. അത് 40 ദിവസത്തോളം അതും തുടരും. സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക, മിസ്ല ദാലിക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ, അഥവാ 40 യൗമൻ, 40 ദിവസം. എന്നിട്ടോ സുമ്മ യകൂനു മുദ്ഗതൻ മിസ്ല ദാലിക, ഇനി ഇപ്പോ 40 ദിവസം നുത്ഫയായി, 40 ദിവസം മുദ്ഗയായി, 40 ദിവസം നുത്ഫയായി, 40 ദിവസം അലഖയായി, ഇനി 40 ദിവസം മുദ്ഗയായി. മുദ്ഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാംസപിണ്ഡം എന്നതാണ് മുദ്ഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഖിത്അത്തുൽ ലഹ്ം, ഒരു ഇറച്ചിയുടെ കഷ്ണം പോലെ അത് രൂപാന്തരപ്പെടും. അത് 40 ദിവസത്തോളം അങ്ങനെ അത് അവശേഷിക്കും. അപ്പോ 40 340 കൂടി കൂട്ടിയാൽ 120 ദിവസം വരെ തീർന്നു ഉമ്മയുടെ ഗർഭപാത്രത്തിലായി തീർന്നു. എന്നിട്ടാണ് ശേഷം പറയുന്നത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു സുമ്മ യുർസലു ഇലൈഹിൽ മലക്കു, പിന്നെ ഈ മുദ്ഗത്തായി തീർന്നിട്ടുള്ള അങ്ങനെ അവസ്ഥാന്തരം വന്നു പോയിട്ടുള്ള ഇതിലേക്ക് മലക്കിനെ നിയോഗിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ അയക്കും. ഈ മലക്ക് ഫയൻഫുഖു ഫീഹി റൂഹ, ഈ മലക്ക് അതിലേക്ക്, അഥവാ ഈ അവസ്ഥയിലുള്ള ഗർഭപാത്രത്തിലുള്ള ഈ സൃഷ്ടിയിലേക്ക് റൂഹിനെ ഊതും. ഫയൻഫുഖു ഫീഹി റൂഹ, എന്നിട്ടോ വയുമറു ബിഅർബഇ കലിമാത്തിൻ, 4 കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കപ്പെടും. അഥവാ അത് രേഖപ്പെടുത്തി വെക്കാൻ പോവാണ്. 120 ദിവസം കഴിഞ്ഞാൽ ഇനി ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ രേഖപ്പെടുത്താൻ പോവുകയാണ്. ആ 4 കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കപ്പെടും. എന്തൊക്കെയാണത്? ബികത്ബി റിസ്ഖിഹി, അവന്റെ റിസ്കിനെ സംബന്ധിച്ച്, അവന്റെ ഉപജീവനത്തെ സംബന്ധിച്ച്. അതുപോലെ തന്നെ വഅജലിഹി, അവന്റെ അവധിയെ സംബന്ധിച്ച്, അഥവാ ഇവൻ എത്ര കാലം ഈ ഭൂമിയിൽ കഴിച്ചുകൂട്ടുമെന്നതിനെ സംബന്ധിച്ച്. മൂന്നാമത്തേത് വഅമലിഹി, ഇവൻ എന്തൊക്കെ പ്രവർത്തിക്കും, നന്മയാണോ തിന്മയാണോ, എന്തെല്ലാമാണ് ഇവൻ പ്രവർത്തിക്കുക എന്നതിനെ സംബന്ധിച്ച്. നാലാമത്തേത് വശഖിയുൻ അം സഈദ്, ഈ വ്യക്തി സൗഭാഗ്യവാനാണോ അതല്ല ദൗർഭാഗ്യവാനാണോ, അഥവാ ഇവന്റെ പര്യവസാനം എന്തായിരിക്കും, നഷ്ടത്തിലായിരിക്കുമോ അതല്ല വിജയത്തിലായിരിക്കുമോ. ഈ 4 കാര്യങ്ങൾ ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്താൻ ഈ മലക്കിനോട് കൽപ്പിക്കപ്പെടും. എന്നിട്ട് ശേഷം പറയണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഫവല്ലദീ ലാ ഇലാഹ ഗൈറുഹു, അല്ലാഹുവിനെ കൊണ്ട് സത്യം, ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, തീർച്ചയായും നിങ്ങളിൽ ഓരോരുത്തരും ലയഅമലു പ്രവർത്തിക്കും, ബിഅമലി അഹ്ലിൽ ജന്ന സ്വർഗവാസിയുടെ പ്രവർത്തനം പ്രവർത്തിക്കും, ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാ, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ദിറാ മാത്രം അവശേഷിച്ചിരിക്കെ, വളരെ കുറച്ച് വഴിദൂരം മാത്രം അവശേഷിച്ചിരിക്കെ എന്ത് സംഭവിക്കും? ഫയസ്ബിഖു അലൈഹിൽ കിതാബു, കിതാബ് അവനെ മറികടക്കും. യസ്ബിഖു എന്ന് പറഞ്ഞാൽ മറികടക്കുക. കിതാബ് അഥവാ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ പറയുന്നത് ലൗഹുൽ മഹ്ഫൂദാണ്. ലൗഹുൽ മഹ്ഫൂദ് ഈ മനുഷ്യനെ മറികടക്കും. അങ്ങനെ ഫയഅമലു ബിഅമലി അഹ്ലിൻ നാരി ഫയദ്ഖുലുഹാ, ഈ മനുഷ്യൻ നരകവാസിയുടെ പ്രവർത്തനം പ്രവർത്തിക്കുകയും അങ്ങനെ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ഇനിയോ വഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൻ നാർ, നിങ്ങളിൽ ഒരുവൻ അവൻ നരകത്തിലെ ആളുകളുടെ പ്രവർത്തനം പ്രവർത്തിക്കും. ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാ, അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഇതുപോലെ വളരെ കുറഞ്ഞ ഒരു വഴിദൂരം മാത്രം അവശേഷിക്കെ ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അവന്റെ രേഖ അവനെ മറികടക്കും. ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, ഈ മനുഷ്യൻ സ്വർഗവാസിയുടെ പ്രവർത്തനം ചെയ്യും. എന്നിട്ട് ഫയദ്ഖുലുഹാ, അവൻ അതിൽ പ്രവേശിക്കുകയും ചെയ്യും. ഇതാണ് ഹദീസ്. ഇനി ഇതിന്റെ ഓരോ വിഷയങ്ങൾ നമ്മൾ നോക്കുക. നമ്മൾ പറഞ്ഞു മനുഷ്യന്റെ ഗർഭപാത്രത്തിലുള്ള 3 അവസ്ഥകളാണ് പറഞ്ഞത്. ഒന്ന് നുത്ഫത്ത്, മറ്റൊന്ന് അലഖത്ത്, മറ്റൊന്ന് മുദ്ഗത്ത്. നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും ഒരുമിച്ചുണ്ടായിത്തീരുന്ന ഇന്ദ്രിയ തുള്ളിയെയാണ്, ബീജത്തെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അലഖത്താണ്, ഭ്രൂണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അത് രക്തക്കട്ടയായി അത് രൂപാന്തരപ്പെടും. 40 ദിവസത്തോളം അതങ്ങനെ അവശേഷിക്കും. പിന്നീട് അതെന്തായി മാറും? പിന്നീട് അത് മുദ്ഗത്തായി, ഒരു മാംസപിണ്ഡമായി മാറും. ശേഷമാണ് അതിലേക്ക് റൂഹ് ഊതപ്പെടുക. ഇവിടെ ഉലമാക്കൾക്കിടയിൽ ഈ വിഷയവുമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴുള്ള ചില ഫിഖ്ഹിയായ മസലകളിൽപ്പെട്ട ഒന്നാണ് 40 ദിവസം അവശേഷിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 40 ദിവസം മാത്രമായിട്ടുള്ള ഈ ബീജത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്കാത്ത് ചെയ്യുക എന്നുള്ളത്, അഥവാ അത് അലസിപ്പിച്ചു കളയുക, അഥവാ അത് നശിപ്പിച്ചു കളയുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടത് ഒന്നാണോ? അത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള ഒരു മസലയാണ്. കാരണം അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത് നുത്ഫത്താണ് എന്നാണ്. നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഉമ്മയുടെയും ഉപ്പയുടെയും ഒരുമിച്ച് കൂടിയ ഇന്ദ്രിയ തുള്ളികൾ ഒരുമിച്ച് കൂടിയ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു
അത് അസ്ല് ചെയ്യുന്നത് പോലെ, അഥവാ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അസ്ല് ചെയ്യുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടതാണ്. അഥവാ ഒരാൾക്ക് പുരുഷന് ആ ബീജം പുറത്തു കളയാൻ അനുവദിക്കപ്പെട്ടതാണ് എന്നതുപോലെ നുത്ഫത്ത് അവന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നീക്കം ചെയ്യൽ അനുവദനീയമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അതിൽ ശരിയായ അഭിപ്രായം ഹാജത്തുണ്ടെങ്കിൽ മാത്രം അത് കളയുക, അഥവാ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എങ്കിൽ കളയാൻ അനുവദിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. അഥവാ ചിലപ്പോൾ ഈ പെൺകുട്ടി ആ സമയത്ത് ഗർഭധാരണത്തിന് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലോ പ്രയാസം അനുഭവിക്കുന്ന സമയമായിരിക്കും. അപ്പൊ ആ സമയത്ത് പറ്റുമെന്നാണ് ഉലമാക്കൾ പറയുന്നത്. രണ്ടാമത്തത്, ഈ 40 ദിവസത്തിന് ശേഷം എന്നിട്ട് റൂഹ് ഊതപ്പെടുന്നത് വരെയുള്ള അവസ്ഥ, ഈ അവസ്ഥയിൽ ഇത് നശിപ്പിച്ച് കളയാൻ പറ്റുമോ? അവിടെ പണ്ഡിതന്മാർ പറയുന്നു ദറൂറത്തുണ്ടെങ്കിൽ മാത്രം കളയാൻ പാടുള്ളൂ. ദറൂറത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ഈ സ്ത്രീക്ക് അങ്ങേയറ്റം അപകടമുണ്ടാകുമെന്ന് ഡോക്ടർമാർ വിലയിരുത്തി, അതും 3ഓളം ഡോക്ടർമാർ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. 3 ഡോക്ടർമാരെങ്കിലും വിലയിരുത്തി ആ പെൺകുട്ടി അപകടമുണ്ടാകും ഈ കുട്ടി ജനിക്കുന്നതിലൂടെ എന്ന് വിലയിരുത്തിയാൽ അങ്ങനെ ദറൂറത്തുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ സാധിക്കും. അതല്ലാത്ത അവസ്ഥയിൽ കളയാൻ പാടില്ല. ഇനി ഇതിനെ റൂഹ് ഊതപ്പെട്ടാലോ? റൂഹ് ഊതപ്പെട്ട് കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു പിന്നെ ഒരു കാരണവശാലും അത് ഏത് തരത്തിലുള്ള ദറൂറത്തുണ്ട് എന്ന് പറഞ്ഞാലും ഈ കുട്ടിയെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് പാടില്ല. അപ്പൊ 120 ദിവസം കഴിഞ്ഞാൽ പിന്നെ 4 മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഈ കുട്ടിയെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് പാടില്ല എന്നുള്ളതാണ് അതിന്റെ മസല. അപ്പൊ അത് 3 ഘട്ടങ്ങളായിട്ടാണ് ഉലമാക്കൾ അതിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇവിടെ 4 കാര്യങ്ങൾ രേഖപ്പെടുത്തും എന്ന് പറഞ്ഞു. അതില് ഓരോന്നും വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. ഒന്ന് അവന്റെ അജ്ലിനെ സംബന്ധിച്ചാണ്, അതുപോലെ തന്നെ അവന്റെ റിസ്കിനെ സംബന്ധിച്ചാണ്. മറ്റൊന്ന് അവന്റെ പ്രവർത്തനത്തെയും അവൻ ഷഖിയാണോ സഈദാണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. സ്വാഭാവികമായും നമുക്ക് സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ഒരു സംശയമാണ്, അവന്റെ അജ്ൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ മനുഷ്യന് ചില ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടതുപോലെ പറഞ്ഞതുപോലെ ചില പ്രവർത്തനങ്ങളിലൂടെ, ഉദാഹരണത്തിന് കുടുംബബന്ധം ചേർക്കുന്നത് പോലെയുള്ള ചില പ്രവർത്തനങ്ങളിലൂടെ അവന്റെ ഉമറിൽ, അവന്റെ പ്രായത്തിൽ അധിക വർധനമുണ്ടാവും എന്ന് പറയുന്ന ചില ഹദീസുകളുണ്ട്. എന്താണത് തമ്മിലുള്ള ജംഅ ചെയ്യുന്ന രൂപം എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. അതിനൊരു പറ്റം പണ്ഡിതന്മാർ പറയുന്നത് അതിന്റെ ഉദ്ദേശം ഈ രേഖപ്പെടുത്തിയ അജലിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല, നേരെ മറിച്ച് അവന്റെ പ്രവർത്തനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തിട്ട് കൊടുക്കും. അപ്പോ ശരിക്കും അവൻ ഒരുപക്ഷെ ജീവിച്ചിട്ടുണ്ടായിരിക്കുക 30, 40, 50 വർഷമായിരിക്കും. പക്ഷേ അവന് അതിനേക്കാൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ, അവന്റെ ജീവിത കാലയളവിൽ പ്രവർത്തിക്കേണ്ട പ്രവർത്തനങ്ങളെക്കാൾ വളരെ ഇരട്ടി പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ തരത്തിലുള്ള ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനിട്ട് കൊടുക്കും എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇല്ല, അവിടെ രേഖപ്പെടുത്തിയ അവന്റെ ഗർഭപാത്രത്തിൽ രേഖപ്പെടുത്തിയ ആ രേഖപ്പെടുത്തൽ അത് പിന്നെ ലൗഹുൽ മഹ്ഫൂദിൽ മാറ്റം വരികയില്ല. എന്നാൽ ഈ രേഖപ്പെടുത്തിയതിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. അഥവാ ഈ ഉമ്മയുടെ അവൻ ജനിക്കുന്ന സമയത്ത്, ജനിക്കുന്നതിന് മുൻപ് രേഖപ്പെടുത്തുന്ന ആ രേഖയിൽ ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. പക്ഷേ ആത്യന്തികമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദിൽ അതിൽ യാതൊരു തരത്തിലുമുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയില്ല എന്നുള്ളതാണ് മറ്റു ചില പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. ഇനി ഇവിടെ ഒരുപക്ഷെ നമ്മളൊക്കെ ഈ ഹദീസ് കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് പൊതുവിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം തീരെ ഗൗരവമില്ലാതെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അഥവാ ഇവിടെ ഹദീസിൽ നമ്മൾ വായിച്ചപ്പോൾ കണ്ടതുപോലെ ഒരു മനുഷ്യൻ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അവനും സ്വർഗത്തിനുമിടയിൽ വളരെ ചെറിയൊരു വഴിദൂരം എത്തുമ്പോൾ അവൻ നരകത്തിന്റെ പ്രവർത്തനം പ്രവർത്തിക്കും, അവൻ നരകത്തിലേക്ക് പോകും. ഈ ഹദീസിന്റെ മറ്റു ചില അൽഫാദുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു ചില അൽഫാദുകളിൽ വന്നത് ഫീമാ യബ്ദു ലിന്നാസ്,
ഇയാള് ഈ പ്രവർത്തിക്കുന്ന വ്യക്തി ജനങ്ങൾ കാണുക അവൻ നല്ലത് പ്രവർത്തിക്കും, ഉള്ളിൽ പല കാപട്യങ്ങളും ഉണ്ടായിരിക്കും, പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് പിന്നീട് എന്ത് സംഭവിക്കുന്നത്? പിന്നീട് അവൻ തിന്മ പ്രവർത്തിക്കുന്നത് എന്ന് ചില റിവായത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മറ്റൊന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഈ മനുഷ്യന്റെ മനസ്സിൽ പലതരത്തിലുള്ള ഫസാദുകൾ ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള വൃത്തികേടുകൾ ഉണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്ന പലതരത്തിലുള്ള ചിന്തകളും, അല്ലെ? അഹങ്കാരം എന്നുള്ളത്, അതുകൊണ്ടുണ്ടാവുന്ന ദോഷം എത്ര വലുതാണ്. അപ്പോ നമ്മളെന്തോ വലിയ സംഭവമാണ് എന്നൊരു മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ മുൻപ് ചെയ്തു വെച്ചിട്ടുള്ള പല ഖൈറുകൾ ഉണ്ടായിരിക്കും, അത് ചിലപ്പോൾ മുഴുവൻ തകർത്തുകളെ അത് മതിയായതായിരിക്കും. അപ്പൊ ഒരു മനുഷ്യൻ അത്രയും കാലം ചെയ്ത നന്മകൾ തകർത്ത് കളയാൻ ചിലപ്പോ അവന്റെ ചെറിയ പ്രവർത്തനങ്ങൾ മതിയായതാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ മനുഷ്യൻ ഒരുപക്ഷെ അയാളുടെ അത്രയും കാലം നല്ല ജീവിതമായിരിക്കും നയിച്ചിട്ടുണ്ടായിരിക്കുക, പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചതായിരിക്കും, അങ്ങനെയും വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹദീസുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തരിമ്പ് പോലും നമ്മളോട് അക്രമമോ അതിക്രമമോ പ്രവർത്തിക്കുകയില്ല എന്നാണ്. ഒന്നും പ്രവർത്തിക്കൂല. റബ്ബ് നമ്മെ പിടിച്ച് നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ഒരിക്കലുമില്ല. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ഹദീസ് വരുന്നുണ്ട്. 24-ാമത്തെ 25-ാമത്തെ ഹദീസായിട്ട് നമുക്ക് വരുന്നുണ്ട്, ഇന്നി ഹറംതു ദുൽമ. ആ സമയത്ത് നമുക്കത് വിശദീകരിക്കാം. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചില ആൾക്കാർ മനസ്സിലാക്കും, എന്ത്, ആ മനുഷ്യൻ നല്ല രൂപത്തിൽ ജീവിച്ചിരുന്നതാണ്, അള്ളാഹ് എന്ത് ചെയ്തു, അയാളെ നരകത്തിന്റെ അവകാശിയാക്കി തീർത്തതാണ്. ഒരിക്കലുമല്ല. മറിച്ച് ഒരു കാരണവശാലും ഒരു തരിമ്പ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും അക്രമം പ്രവർത്തിക്കുകയില്ല. നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ശിക്ഷിക്കപ്പെടുക, നമ്മൾ പ്രയാസം അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ മനസ്സുകൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം, അല്ലെ? പലപ്പോഴും ചില പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ ചില തിന്മകൾ പോലും നമുക്ക് ഖൈറാണെന്നാണ്. ചിലപ്പോ ചില ആളുകൾ അവന്റെ ജീവിതത്തിൽ ഒരു തിന്മ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവൻ വിചാരിക്കും, ഞാൻ തിരക്കേടില്ല, ഞാൻ എന്തോ വലിയ ഔലിയാണോ, ഞാൻ വലിയാണ്, ഞാൻ തിരക്കേടില്ല. നഅൂദുബില്ലാഹ്, ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ചിലപ്പോ ഒരു തിന്മ പോലും അള്ളാഹു നമ്മൾക്ക് ഖൈറായി നൽകുന്നതായിരിക്കും. ശരി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ജാഗ്രത പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അഥവാ നമ്മൾ വഞ്ചിക്കപ്പെടരുത്, നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ വഞ്ചിക്കപ്പെടരുത് ഒരു കാരണവശാലും. നമ്മൾ ചെയ്യുന്ന നന്മകളായിക്കൊള്ളട്ടെ, അതെത്ര വലിയ നന്മകളായിരുന്നാലും അത് നമ്മളെ വഞ്ചിക്കരുത്. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു പക്ഷേ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കാത്തൊരു കാലഘട്ടം കഴിഞ്ഞു പോകുന്നത് പോലും ഒരു പക്ഷേ അവനെ വഞ്ചിച്ചു പോകും. കാരണം എന്താ, അവൻ വിചാരിക്കും, ഞാൻ തിരക്കേടില്ല, ഞാൻ നല്ല ഉഷാറായിട്ടുണ്ട്, കണ്ടോ എന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പോലും വരുന്നില്ല. ഇങ്ങനെ വഞ്ചിക്കപ്പെടും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട, തിന്മകളില്ലാതെ ജീവിക്കാൻ പാടില്ല എന്നല്ല, മറിച്ച് അതുപോലും അവനെ വഞ്ചിക്കും. നല്ലൊരു അവസ്ഥയാണത്, തിന്മകളില്ലാതെ ജീവിക്കുക എന്നുള്ളത് നല്ലൊരു അവസ്ഥയാണ്. പക്ഷെ അതുപോലും അവനെ വഞ്ചിച്ചേക്കും. അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളത് വളരെ ഗൗരവത്തിലെടുക്കണം. പിശാച് പല നിലക്കായിരിക്കും നമ്മളെ വഞ്ചിക്കുക. ഇനി ഇതിന്റെ അവസാനമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞത് ഹദ്ദസന അസ്സാദിഖുൽ മസ്ദൂഖ് എന്നാണ് പ്രവാചകനെ സംബന്ധിച്ച് അദ്ദേഹം പ്രയോഗിച്ചത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു സംശയവുമില്ലാത്തൊരു കാര്യമാണെന്ത്, അഥവാ മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് പോലും സംശയമില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്നുള്ളത്, സ്വാദിഖാണ് എന്നുള്ളത്, അൽ അമീനാണെന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു പ്രയോഗം അവിടെ നടത്തി? അതിന് കാരണം പണ്ഡിതന്മാർ പറയുന്നു, അദ്ദേഹം ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ ഗൈബിയായ വിഷയങ്ങളാണ് പലതും, അല്ലെ? പലതും ഗൈബിയായ വിഷയങ്ങളാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ പറയുന്നത് ആരാണ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം. ചിലപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രമൊക്കെ ഒരുപാട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കും, ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ
നമ്മൾ വിചാരിക്കും ഇത് ശാസ്ത്രം പറയുന്നതോട് അത്ര യോജിക്കണില്ലല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വന്നേക്കും. ഒരിക്കലും അത് വന്നു പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇത് മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം അത് പ്രത്യേകമായി ഗൈബിയായ വിഷയമായതുകൊണ്ട് തന്നെ അത് സൂചിപ്പിക്കാനുള്ള കാരണം ശാസ്ത്രം ഇന്ന് പറഞ്ഞതായിരിക്കില്ല നാളെ പറയാം, നാളെ പറഞ്ഞതായിരിക്കില്ല 10 വർഷം കഴിയുമ്പോൾ പറയാം, അവർ മാറ്റി പറയും. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്, അതിനൊരു യാതൊരു മാറ്റവുമില്ല എന്ന് നമ്മുടെ മനസ്സിൽ ഉറച്ചു വേണം എന്നുള്ളതാണ് അവസാനമായിട്ട് ആ ഹദീസുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.